IPL 18-ാം സീസന്റെ കണ്ടെത്തലായിരുന്നു 14-കാരൻ വൈഭവ് സൂര്യവംശി. എന്നാൽ വൈഭവിന് മുൻപേ IPL മറ്റൊരു കൗമാരതാരത്തെ കണ്ടെത്തിയിരുന്നു. 2015 IPLന്റെ 8-ാം സീസണിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ ടീമിലെത്തിയ 17-കാരൻ സർഫറാസ് ഖാൻ. ഏപ്രിൽ 15-ന് RCBയുടെ താരനിബിഡമായ സംഘം ചിന്നസ്വാമിയിൽ രാജസ്ഥാനെതിരെ തകർത്താടി 200-ലെത്തിയപ്പോൾ ക്രിസ് ഗെയിൽ, AB de Villiers, വിരാട് കോഹ്ലി എന്നിവരെക്കാളും ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്നത് സർഫറാസ് ഖാനിനെ. അന്ന് 21 പന്തിൽ 45 റൺസുമായി പവലിയനിലേക്ക് തിരികെ എത്തിയ സർഫറാസിനെ കോഹ്ലി സ്വീകരിച്ചത് ബോർഡ് ചെയ്ത്. ആ പയ്യൻ ഇന്ന് ആഭ്യന്തര ക്രിക്കറ്റിൽ തകർത്താടി 17-കാരന്റെ ചുറുചുറുക്കോടെ ദേശീയ ടീമിൽ നിന്ന് തന്നെ പുറത്താക്കിയ ഇന്ത്യൻ സെലക്ടർമാർക്ക് മറുപടി നൽകുകയാണ്. 2015-ന് ശേഷം ആഭ്യന്തര ക്രിക്കറ്റിലും IPLലും വെടിക്കെട്ട് തീർത്തെങ്കിലും സർഫറാസ് ഖാൻ ഇന്ത്യൻ ടീമിലെത്തിയത് 2024 ഫെബ്രുവരിയിൽ. രഞ്ജി ട്രോഫിയിൽ സെഞ്ചുറി വേട്ട തുടർന്ന സീസണുകൾക്കൊടുവിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിലെത്തിയെങ്കിലും അവസരം കിട്ടിയത് 6 മത്സരങ്ങളിൽ. 11 ഇന്നിംഗ്സുകളിലായി 371 റൺസാണ് സർഫറാസ് നേടിയത്. എന്നാൽ ആ സ്ഥാനം അധികം വൈകാതെ താരത്തിന് നഷ്ടമായി. ഫിറ്റ്നസ് ഇല്ലെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു പിന്നീടുള്ള അവഗണന. അതേ സെലക്ടർമാരുടെ മുന്നിൽ താരം ഫിറ്റ്നസ് വീണ്ടെടുത്ത് മറുപടി നൽകിയെങ്കിലും പിന്നീടുള്ള ഒരു പരമ്പരയിലും താരത്തെ പരിഗണിച്ചില്ല. തോറ്റുകൊടുക്കാൻ ഒരുക്കമല്ലെന്നാണ് സർഫറാസിന്റെ ആഭ്യന്തര ക്രിക്കറ്റിലെ ഓരോ ഇന്നിംഗ്സും വിളിച്ചോതുന്നത്. രഞ്ജി ട്രോഫിക്ക് പിന്നാലെ വിജയ് ഹസാരയിലും മുംബൈക്കായി പുറത്തെടുക്കുന്നത് അതിഗംഭീര പ്രകടനം. സീസണിൽ മുംബൈയുടെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി എന്ന രോഹിത്തിന്റെ റെക്കോർഡ് സർഫറാസ് ആദ്യം തൂക്കി. ഗോവയ്ക്കെതിരെ 56 പന്തിൽ നിന്നാണ് താരം സെഞ്ചുറി നേടിയത്. 110 ശരാശരിയിലാണ് സർഫറാസിന്റെ സീസണിലെ പ്രകടനം. സർഫറാസിന്റെ അവസാന 5 ഇന്നിംഗ്സുകളിൽ 3 അർദ്ധശതകങ്ങളാണുള്ളത്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ 7 ഇന്നിംഗ്സുകളിൽ നിന്ന് 203 സ്ട്രൈക്ക് റേറ്റിൽ സർഫറാസിന്റെ സമ്പാദ്യം 329 റൺസ്. 60 ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് മത്സരങ്ങളിൽ നിന്നായി 4863 റൺസാണ് താരം അടിച്ചെടുത്തത്. ഒരു ട്രിപ്പിൾ സെഞ്ചുറിയും ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ താരത്തിന്റെ പേരിലുണ്ട്. ഇന്ത്യൻ ടീമിൽ അവസരം നഷ്ടമായെങ്കിലും IPLൽ 3 വർഷത്തിന് ശേഷം ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം തിരിച്ചെത്തുകയാണ് താരം. 75 ലക്ഷത്തിന് ചെന്നൈ സർഫറാസിനെ സ്വന്തമാക്കിയപ്പോൾ എനിക്ക് പുതുജീവിതം നൽകിയതിന് നന്ദിയെന്ന വൈകാരിക കുറിപ്പ് താരം സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു. ചെന്നൈയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയില്ലെന്ന് ചുരുക്കം. ജൻസി സംഘവുമായി തകർത്തടിക്കാനൊരുങ്ങുന്ന ചെന്നൈയുടെ ഈ സീസണിലെ തുറുപ്പ് ചീട്ടാകും സർഫറാസ് ഖാൻ. 19-ാം സീസണിൽ CSKയ്ക്കൊപ്പം തകർത്താടി ഇന്ത്യൻ ടീമിൽ അവസരങ്ങൾ കൊട്ടിയടിച്ചവരെ കൊണ്ട് വാതിൽ തുറപ്പിക്കാനാണ് സർഫറാസ് എത്തുന്നത്.